ഹായ് ഗായ്സ്, നിങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് സ്റ്റക്കല്ലേ? ഒരാഴ്ച കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയാലോ? ആദ്യമൊക്കെ എനിക്ക് 10, 20, 30 വ്യൂസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ട്രിക്സ് ഒക്കെ ചെയ്തു. ഇത് ചെയ്താൽ തന്നെ നിങ്ങളെ വ്യൂസ് ടപ്പെന്ന് പറഞ്ഞ് മാറും. ഇതെനിക്ക് മാർച്ചിൽ കിട്ടിയ വ്യൂസ് ആണ്. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയതോടെ വ്യൂസ് 1 മില്യൺ കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ടോട്ടൽ വ്യൂസ്. ഒരു മാസം കൊണ്ടാണ് എല്ലാം മാറിയത്. എനിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല? ഞാൻ ചെയ്ത ആദ്യത്തെ ട്രിക്ക് എന്താണെന്ന് പറയട്ടെ. ഷോർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എഡിറ്റ് തമ്പനയിൽ വരുമല്ലോ, അതിൽ ബെസ്റ്റ് ഫ്രെയിം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. ആ വീഡിയോയുടെ മുകളിൽ പെൻസിൽ പോലെ കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇനി ഇഷ്ടമുള്ള ഫ്രെയിം പിക്ക് ചെയ്യാം. ആ പിക്ക് ചെയ്യുന്നതായിരിക്കും ഷോർട്സിന്റെ തമ്പനയിൽ. ഞാൻ ഇവിടെ ഒരെണ്ണം ചൂസ് ചെയ്തു. ഇനി അപ്ലോഡ് ചെയ്യാം. ദിസ് ഈസ് വെരി സിമ്പിൾ. ലോങ് വീഡിയോയ്ക്ക് ഞാൻ തമ്പനയിൽ എഡിറ്റ് ചെയ്യുന്നത് ക്യാൻവയിലാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ക്യാൻവ എടുത്തിട്ടുണ്ട്. സെർച്ച് യുവർ കണ്ടന്റ് എന്നതിൽ യൂട്യൂബ് തമ്പനയിൽ എന്ന് സെർച്ച് ചെയ്യണം. ഒരുപാട് അടിപൊളി തീംസ് വരുന്നത് കണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് ക്യാൻവയിലാണ്. ഇത്ര അധികം വെറൈറ്റീസ് എവിടെ കിട്ടാനാ? നമുക്ക് പണി എളുപ്പമാണ്. ഇത്രയും മോഡൽസ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊന്ന് സെലക്ട് ചെയ്ത് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇതെടുക്കാം. ആ ചേട്ടനെ മാറ്റിയിട്ട് അവിടെ എൻ്റെ ഫോട്ടോ വയ്ക്കാം. ഓക്കെ, നൗ ഡിലീറ്റ്. ഇനി ഗാലറിയിൽ നിന്ന് എൻ്റെ ഫോട്ടോ എടുക്കാം. ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട്. ഇനി ആ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാവേ. ഇനി അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു പിക്ചറും കൂടെ ആഡ് ചെയ്യാം. എത്ര പിക്ചേഴ്സ് വേണമെങ്കിലും അതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് എടുക്കാം. താഴെ രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണ് എലമെൻറ്റ്സ്. അതിൽ കുറേ ഗ്രാഫിക്സ്, പിക്ചേഴ്സ്, ഫ്രെയിംസ് ഒക്കെ കിട്ടും. നോക്കി എന്തുമാത്രം ഉണ്ടെന്ന്. യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എന്ത് ചോദിച്ചാലും തരുന്ന മാന്ത്രിക പെട്ടിയാട്ടോ എലമെൻറ്റ്സ്. ഇതിൽ ഒത്തിരി ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗ്രാഫിക്സ് ഉണ്ട്. എനിക്കൊരു ഫ്ലവർ വേണം. ഇതിൽ ടൈപ്പ് ചെയ്താൽ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് വരും. ലെറ്റ്സ് സീ. ഓക്കെ, ഫ്ലവർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കി, ഒരുപാട് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യാം കേട്ടോ. ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, സെലക്ട് ചെയ്ത ഉടനെ അവിടെ എത്തി. നെക്സ്റ്റ് എനിക്ക് ഇതിൻ്റെ അകത്തൊരു ബട്ടർഫ്ലൈയും കൂടെ വേണം. ഓക്കെ, ബട്ടർഫ്ലൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാവ്, ഇത് ഭംഗിയുള്ള ബട്ടർഫ്ലൈസാ. ഓക്കെ, ഇതിൽ നിന്ന് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യാം. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് തമ്പനയിൽ ഉണ്ടാക്കാം. എനിക്ക് ഈ ബട്ടർഫ്ലൈ ഇഷ്ടപ്പെട്ടേ. ഇതിന് നമുക്ക് എടുത്ത സൈഡിലോട്ട് വെക്കാം. നോക്കിയേ, എന്ത് എളുപ്പമാണ്. ഗെയിം വീഡിയോസ് എടുക്കുന്നവർക്കൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്വിഡ് ഗെയിമിൻ്റെ അനിമേഷൻസ് വരെ വന്നു. ഓക്കെ, നമുക്ക് ഗേൾ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇത് നല്ല യൂസ്ഫുൾ ആണെന്ന്. ജസ്റ്റ് ഞാൻ കാണിച്ചാറ് എടുത്തതാട്ടോ. ഇനി എൻ്റെ തമ്പനയിൽ ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിളിൽ ആരോയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ വരും. വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഡൗൺലോഡ് കൊടുക്കാം. എന്നിട്ട് PNG ഫയൽ ടൈപ്പ് എടുക്കണം. ഡിസൈൻ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ലോങ് വീഡിയോയിൽ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.
അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുമല്ലേ? ഇനി ഇത് ഗാലറിയിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ടുള്ള സീക്രട്ട്, വീഡിയോയുടെ ആദ്യത്തെ 10 സെക്കൻഡ്സ് സൂപ്പർ ആക്കണം. ആദ്യത്തെ 10 സെക്കൻഡ്സിലാണ് കാര്യം. അതിലൊരു സർപ്രൈസോ സസ്പെൻസോ ഉണ്ടെങ്കിൽ ആളുകൾ പെട്ടെന്ന് വാച്ച് ചെയ്യും. എല്ലാവർക്കും ക്യൂരിയോസിറ്റിയാണ് ഇഷ്ടം. ഞാൻ ആദ്യമൊക്കെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് വ്യൂസും കുറവായിരുന്നു. പിന്നെ നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചപ്പോൾ തന്നെ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് കയറി. എനിക്ക് ട്രിക്കൊക്കെ പറഞ്ഞിരുന്ന ആരാന്നറിയോ? എൻ്റെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് നെട്ടണ്ട, അത് AI യാ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കാൻ വരട്ടെ. AI എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് ഞാൻ പ്രൂഫ് കാണിക്കാം. ഇതൊക്കെ AI കൊണ്ട് ഉണ്ടാക്കിയ വീഡിയോസാ. വ്യൂസ് കണ്ടോ? അതിൽ നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സും കിട്ടി. AI തന്ന ഇമേജ് ഞാൻ വീഡിയോ ആക്കി. എൻ്റെ ചാനലിൽ കയറി നോക്കിയ AI വീഡിയോസ് കാണാം. ഇത് അടുത്ത വീഡിയോയുടെ വ്യൂസാണ്. ഇതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൽ നിന്ന് തന്നെ 231 സബ് കിട്ടി. ഇതേപോലെ AI കൊണ്ടുണ്ടാക്കിയ വീഡിയോസ് ഓടുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മെറ്റയോട് ചോദിക്കാം. എനിക്ക് ഫ്ലഫ് ആയിട്ടുള്ള ചിരിക്കുന്ന പട്ടിക്കുട്ടിയെ വേണം. ഓക്കെ, സെൻഡ് ചെയ്യാം. ഇപ്പൊ വരും കേട്ടോ. ദേ ഒരു സുന്ദരം പപ്പി വന്നത് കണ്ടോ? ഈ ഇമേജ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇമേജസ് മാത്രമല്ല, മെറ്റ് നമുക്ക് ടിപ്സും പറഞ്ഞു തരാറുണ്ട്. ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ചെയ്തായിരുന്നു. ആരുടെ യൂട്യൂബ് ചാനലിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കമൻ്റ് ഇടരുത്. അങ്ങനെ വരുന്നവരൊക്കെ നമ്മളെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നോന്നില്ല. അതിനാൽ ഈ ട്രിക്കൊക്കെ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് താനെ വന്നോളൂ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഈ റെഡ് ഫയർ കൊടുത്തിട്ടുള്ള എല്ലാം ട്രെൻഡിങ് സോങ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ഇതൊക്കെ ഒരു ലിസ്റ്റായിട്ട് തന്നെ കിടക്കുന്നതുണ്ടോ? ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇട്ടില്ലെങ്കിൽ യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. ഡെയിലി ഒരു ഷോട്ടെങ്കിലും ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. യൂട്യൂബ് സക്സസ് ആവുന്നത് ലക്ക് കൊണ്ടല്ല, സ്ട്രാറ്റജി കൊണ്ടാ. ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ക്രിയേറ്റ്, അപ്ലോഡ് ആൻഡ് ഷൈൻ. ബൈ.